ഗൈസ് വെൽക്കം ടു എൻട്രി ACCA. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCAയുടെ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് അഥവാ AA എന്ന് പറഞ്ഞ പേപ്പറിലെ ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ കമ്പനിയിൽ ഫ്രോഡോ എററോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, കുറച്ച് CCTVs പിന്നെ പാസ്വേഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത് ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. മീൻസ് ഇൻറ്റേർണലി നമ്മുടെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന കുറച്ച് കൺട്രോൾ ആക്ടിവിറ്റീസ് അതിനാണ് എന്ത് പറയുന്നത് ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ കൺട്രോൾസ് ആർ മെഷേഴ്സ് ഓർ സ്റ്റെപ്സ് ഓർ പ്രൊസീജിയേഴ്സ് അഡോപ്റ്റഡ് ബൈ ദ ക്ലയൻറ്റ് in order to prevent, detect and correct misstatements caused by fraud, errors or other irregularities. സോ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന കുറച്ച് മെഷേഴ്സ് അതിനാണ് എന്ത് പറയുന്നത് ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. എന്തിനാണത് വയ്ക്കുന്നത്? ഫ്രോഡും എററും എന്തെങ്കിലുമൊക്കെ പ്രശ്നം അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾസ് കീപ്പ് ചെയ്യുന്നത്. ആക്ച്വലി 3 മെയിൻ കാര്യങ്ങളാണ്: പ്രിവെൻറ്റ്, ഡിറ്റക്റ്റ് ആൻഡ് കറക്റ്റ് മിസ്റ്റേറ്റ്മെൻറ്റ്സ്. മീൻസ് എന്തെങ്കിലും ഒരു ഫ്രോഡോ എററോ വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ അഥവാ ഒരു ഫ്രോഡ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ ഡിറ്റക്റ്റ് ചെയ്ത ഫ്രോഡോ എറേഴ്സോ എന്ത് ചെയ്യണം? കറക്റ്റും ചെയ്യണം. ഇതിനാണ് നമ്മൾ ബേസിക്കലി എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കമ്പനിയിൽ ഫ്രോഡൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? CCTVs വയ്ക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഫ്രോഡ് ചെയ്യാൻ ഒരു എംപ്ലോയി പോവുകയാണെങ്കിൽ ആളെന്ത് നോക്കും? CCTV ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടെന്നൊരു തോന്നൽ ആളുടെ മൈൻഡിൽ വരും. മീൻസ് അവിടെ എന്താണ് നമ്മൾ ചെയ്തത്? പ്രിവെൻ്റാണ് ചെയ്തത്, ശരിയല്ലേ? ഇനി അഥവാ ഒരു ഫ്രോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് CCTV ഫൂട്ടേജസ് യൂസ് ചെയ്തിട്ട് അതെന്താക്കാം? ഡിറ്റക്റ്റ് ചെയ്യാം, മീൻസ് കണ്ടുപിടിക്കാം, ശരിയല്ലേ? ഇനി ഈ കണ്ടുപിടിച്ച ഫ്രോഡ് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. നമ്മുടെ FSലോ നമ്മുടെ ഏതാ റിപ്പോർട്ട്സിലൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ചെയ്യണം. അങ്ങനത്തെ ആ മിസ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്യണം. മീൻസ് നമ്മളിപ്പോൾ $10,000 പകരം $15,000 നമ്മുടെ സെയിൽസ് കൂട്ടിക്കാണിച്ചെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യണം. എന്തിലേക്ക്? $10,000 തിരിച്ച് കറക്റ്റ് ചെയ്യണം. അതിനാണെന്ന് പറയുന്നത് കറക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ 3 മെഷേഴ്സാണ് എന്ത് എവിടെ ഉള്ളത്? നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾസിലുള്ള പ്രിവെൻറ്റീവ്, ഡിറ്റക്റ്റീവ് ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ്. സോ ഇതാണ് ബേസിക്കലി എന്ത് ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ കൺട്രോൾസ് എന്തായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കമ്പോണൻസ് നോക്കാം. ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ കുറച്ച് കമ്പോണൻസ്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ആസ് എൻ ഓഡിറ്റർ നമ്മൾ ACCA കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മെജോറിറ്റി ആൾക്കാർ എന്തിലേക്കാണ് പോകുന്നത്? ഓഡിറ്റ് ഫീൽഡിലേക്കാണ് പോകുന്നത്. സോ നമ്മളെന്തിനാണ് ഈ ഇൻറ്റേർണൽ കൺട്രോൾസ് പഠിക്കുന്നത്? അത് നമുക്കൊന്നും അറിയണ്ടേ? എന്തിനാണ് ഓഡിറ്റേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾസ് പഠിക്കുന്നത്? അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് ഒരു കമ്പനിയിൽ നമ്മുടെ ക്ലയൻറ്റ് മീൻസ് നമ്മുടെ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ കമ്പനി, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു കമ്പനിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലയൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്ലയൻറ്റ് നല്ല ഇൻറ്റേർണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്താൽ അവിടെ ഫ്രോഡോ എററോ ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്, ശരിയല്ലേ? സോ നല്ല ഇൻറ്റേർണൽ കൺട്രോൾസ് ഉണ്ടെങ്കിൽ അവിടെ ഫ്രോഡൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മളൊരു ഓഡിറ്റിന് പോകുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു ഓഡിറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾസൊക്കെ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കമ്പനിയുടെ ഇൻറ്റേർണൽ കൺട്രോൾസ് എല്ലാം അടിപൊളിയാണോ? അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? CCTVs ഒക്കെ പ്രോപ്പറായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? നമുക്ക് പഞ്ച് ഔട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ ആ ഒരു ലെവൽ ഒന്ന് ചെക്ക് ചെയ്യും. ഇൻറ്റേർണൽ കൺട്രോൾസ് നല്ല അടിപൊളിയാണോ, അത് ഇൻറ്റേർണൽ കൺട്രോൾസ് ഭയങ്കര വീക്കാണോ എന്നൊക്കെ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. ഈ ഒരു ടെസ്റ്റ് ചെയ്തതിൻ്റെ ബേസിസിലാണ് പിന്നെ നമ്മൾ ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സപ്പോസ് നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾസ് നല്ല സ്ട്രോങ് ആണെന്ന് വിചാരിക്കും ഓഡിറ്റർ ചെക്ക് ചെയ്തപ്പോൾ. അങ്ങനെയാണ് ഓഡിറ്റർ എന്ത് ചെയ്യും? പിന്നെ അവർ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവരുടെ എടുക്കുന്ന സാമ്പിളൊക്കെ കുറച്ചേ ചെയ്യുള്ളൂ. കാരണം അവർക്ക് ഉറപ്പാണെന്ത് ഈ കമ്പനിയിൽ ഫ്രോഡും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്താ? ഇവിടെ നല്ല സ്ട്രോങ് ഇൻറ്റേർണൽ കൺട്രോളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അതേസമയം നമ്മുടെ ഓഡിറ്റർ നോക്കിയപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് ഭയങ്കര വീക്കാണ്. അങ്ങനെ ആ ഒരു കേസിലാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യും? അവിടെ ഫ്രോഡും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആളെന്ത് ചെയ്യും? നേരത്തെ എടുത്ത പോലെ അല്ല, സാമ്പിളൊക്കെ കുറച്ച് കൂടുതലെടുക്കും, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ പ്രൊസീജിയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഫ്രോഡ് എറേഴ്സൊക്കെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യും? കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ചെക്ക് ചെയ്യും. സോ അതിനാണ് ബേസിക്കലി നമ്മൾ ഓഡിറ്റിൽ എന്ത് വരുന്നത്? ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറയുന്ന സംഭവം തന്നെ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ കൺട്രോൾസ് എന്താണെന്നറിയാം, നമ്മുടെ ഓഡിറ്റേഴ്സ് എന്തിനാണ് ഇൻറ്റേർണൽ കൺട്രോൾസ് നോക്കുന്നതെന്ന് അറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കുറച്ച് കമ്പോണൻസ് നോക്കാം. മീൻസ് കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻറ്റേർണൽ കൺട്രോൾസ് മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ ഒരു കമ്പോണൻ്റ് ആണെന്ത്? കൺട്രോൾ എൻവയോൺമെൻറ്റ് എന്ന് പറയും. കൺട്രോൾ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഭയങ്കര
മീൻസ് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അവർക്ക് ഇൻറ്റേർണൽ കൺട്രോൾസിനോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, നമ്മുടെ കൺട്രോൾ എൻവയോൺമെൻറ്റ് സ്ട്രോങ് ആണെന്ന് പറയാം. മീൻസ് മാനേജ്മെൻറ്റിന് അത്രയും താല്പര്യമാണ് അവർക്ക്. അവർ പ്രോപ്പറായിട്ട് നമ്മുടെ ഡോർ ലോക്കൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്, CCTVs ഒക്കെ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, അവർ നല്ല പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, അവർക്ക് ഇൻറ്റേർണൽ കൺട്രോൾസിനോട് നല്ല താല്പര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, നമ്മുടെ കൺട്രോൾ എൻവയോൺമെൻറ്റ് അഥവാ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് നല്ല സ്ട്രോങ് ആണെന്ന് പറയാം. ഇനി നേരെ മറിച്ച് നമ്മുടെ മാനേജ്മെൻറ്റിന് ഇൻറ്റേർണൽ കൺട്രോൾസിനോടൊന്നും വലിയ താല്പര്യമില്ല, അവരിങ്ങനെ ജസ്റ്റ് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേർണൽ കൺട്രോൾസ് ഒന്നും വലുതായിട്ട് കീപ്പ് ചെയ്യുന്നില്ല. അവർക്ക് ഇൻറ്റേർണൽ കൺട്രോൾസ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. മീൻസ് ഇൻറ്റേർണൽ കൺട്രോൾസിനോട് വലിയ വിലയൊന്നുമില്ല. അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ കൺട്രോൾ എൻവയോൺമെൻറ്റ് വീക്കാണെന്ന് പറയേണ്ടി വരും. സോ അതാണ് ബേസിക്കലി കൺട്രോൾ എൻവയോൺമെൻറ്റ്. മീൻസ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വാട്ട് ഇൻറ്റേർണൽ കൺട്രോൾ. ദ കൺട്രോൾ എൻവയോൺമെൻറ്റ് ഈസ് മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഡിസൈനിങ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മോണിറ്ററിങ് ഇൻറ്റേർണൽ കൺട്രോൾസ്. സോ അതിനാണ് എന്താ പറയുന്നത് കൺട്രോൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ കമ്പോണൻസിലെ ആദ്യത്തെ ഒരു കമ്പോണൻ്റാണ്. ഇനി നമുക്ക് എന്ത് നോക്കാം, അടുത്തൊരു കമ്പോണൻ്റാണെന്ത്, റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ്. മീൻസ് നമ്മുടെ ആ ഒരു ക്ലയൻറ്റ്, നമ്മൾ ഓഡിറ്റിന് പോകുന്ന ഒരു കമ്പനിയിൽ എന്ത് വേണം, നല്ലൊരു റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ് വേണം. മീൻസ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, മീൻസ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസ് അല്ലേ. അപ്പോൾ ഓരോ ബിസിനസ്സിനും പല ടൈപ്പ് റിസ്ക് ആയിരിക്കും. ഇപ്പോൾ ഒരു വെജിറ്റബിൾ ബിസിനസ് നടത്തുന്ന ഒരാൾ, വെജിറ്റബിൾസ് സെല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം വെജിറ്റബിൾസ് ചീഞ്ഞു പോകുന്നത് അത് പെരിഷബിളാണ്, ശരിയല്ലേ, അത് ചീഞ്ഞു പോകുന്നതായിരിക്കും എന്ത് ആളുടെ റിസ്ക്. സോ അതിന് മുന്നേ ആൾക്ക് എന്ത് ചെയ്യണം, അത് സെയിൽ ചെയ്ത് ഒഴിവാക്കണം, ശരിയല്ലേ. ഒരു ബാങ്കിനെ സംബന്ധിച്ചോളം സൈബർ ഫ്രോഡ് ത്രെട്ടൊക്കെ ആയിരിക്കും എന്ത് അവരുടെ റിസ്ക് ആയിട്ട് വരുന്നത്. സോ ഇങ്ങനത്തെ കുറേ റിസ്ക് കമ്പനീസിനുണ്ട്, ശരിയല്ലേ. പുതിയ റിസ്ക് മേ ബി വരാം. ആൻഡ് പഴയ റിസ്ക്കൊക്കെ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. സോ ഇങ്ങനത്തെ ഉള്ള റിസ്ക്കൊക്കെ എന്ത് ചെയ്യണം, എപ്പോഴും മോണിറ്റർ ചെയ്ത് ആ റിസ്ക് കൂടുന്നുണ്ടോ, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ നോക്കുന്നതിനാണ് എന്ത് പറയുന്നത് റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ എല്ലാ കമ്പനീസിലും എന്ത് കാണും, പ്രോപ്പറായിട്ടുള്ള റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ് കാണും. അല്ലെങ്കിൽ എന്തായിരിക്കും, നല്ല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനാണ് റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് കറൻറ്റ്ലി ഉള്ള റിസ്ക് നമ്മൾ മോണിറ്റർ ചെയ്യണം. അതുകൂടാതെ ഫ്യൂച്ചറിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. സോ ദ ക്ലയൻറ്റ് ഷുഡ് ഹാവ് എ സോളിഡ് പ്രോസസ് ഇൻ പ്ലേസ് ഫോർ അസസിങ് റിസ്ക് ഓഫ് the business, which will be carried out by the executive directors and reviewed by risk committee or management audit committees and internal audit. നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റീസ്, ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സൊക്കെ റിവ്യൂ ചെയ്യുന്നത്. നമ്മുടെ ഡയറക്ടേഴ്സ് ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത്. ആൻഡ് ഇത് റിവ്യൂ ചെയ്യുന്നതിനായിരിക്കും നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി, ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സൊക്കെ ആയിരിക്കും. സോ അതിനാണ് റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ രണ്ടാമത്തെ ഒരു കമ്പോണൻ്റ് ആണിത് റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കമ്പോണൻ്റ് നോക്കാം. അടുത്തൊരു കമ്പോണൻ്റ് ആണിത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ട്രാൻസാക്ഷൻ ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദ എൻഡ് ഉള്ളൊരു സംഭവമാണിത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിൻ്റെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഉള്ള ഒരു പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സപ്പോസ് കമ്പനിയിൽ ഒരു സെയിൽ നടന്നെന്ന് വിചാരിക്കും, ആ സെയിൽ ഇനീഷ്യലി എന്തായിരിക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കും അല്ലേ. ഇപ്പോൾ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്, എഴുതി വെക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അപ്പം എന്ത് ചെയ്യും, കമ്പനിയിലെ ആൾക്കാർ എന്ത് ചെയ്യും, അത് കമ്പനിയിലെ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സിസ്റ്റംസ്, അവരുടെ IT സിസ്റ്റംസ് എന്ത് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ക്ലാസിഫൈ ചെയ്യും, പിന്നെ പതിയെ എന്ത് ചെയ്യും, നമ്മൾ അതിൽ നിന്ന് FS പ്രിപ്പയർ ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത് നമ്മൾ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. മീൻസ് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിൻ്റെ റെക്കോർഡിങ് തൊട്ട് അതിനെ നമ്മൾ FS ആക്കുന്ന വരെയുള്ള ഒരു പ്രോസസ്സ്, അതിനാണ് എന്ത് പറയുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് ഓൾ ദ പ്രൊസീജിയേഴ്സ് ആൻഡ് റെക്കോർഡ്സ് ഡിസൈൻ ടു ഡു എവറിത്തിങ് ഫ്രം ദ ഇനിഷ്യേഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ത്രൂ ദ റിപ്പോർട്ടിംഗ്. അതിനാണ് എന്ത് പറയുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതും ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. ഇനി അടുത്ത ഒരു വലിയൊരു കമ്പോണൻ്റ് ആണെന്ത് കൺട്രോൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കൺട്രോൾ ആക്ടിവിറ്റീസ് മീൻസ് നമുക്ക് കമ്പനിയിൽ ഫ്രോഡും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ കൺട്രോളിൽ തന്നെയുള്ള ഒരു കമ്പോണൻ്റ് ആണിത് കൺട്രോൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മീൻസ് നമ്മൾ ഫ്രോഡും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ആദ്യത്തെ കൺട്രോൾ ആക്ടിവിറ്റി ആണിത് ഓത്തറൈസേഷൻ എന്ന് പറയുന്നത്. മീൻസ് ഓത്തറൈസേഷൻ മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു വലിയ ട്രാൻസാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ആരുടെ അടുത്തും ആദ്യമേ ചോദിക്കണം. നമ്മുടെ കമ്പനിയിലെ ഏതെങ്കിലും വലിയ ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് അനുവാദം എടുത്തിട്ട് എന്ത് ചെയ്യാവുള്ളൂ, അവർ ട്രാൻസാക്ഷനുമായിട്ട് മുന്നോട്ട് പോകണം. സപ്പോസ് നമുക്കൊരു പർച്ചേസ് ചെയ്യാം, $10,000 ആണ്. നമ്മുടെ കമ്പനിയിൽ ചിലപ്പോൾ ഒരു ക്ലോസ് കാണുന്നത് $10,000 മേലുള്ള ട്രാൻസാക്ഷൻ, $10,000 മേളിൽ ചിലവാക്കണമെങ്കിൽ ആരുടെ അടുത്ത് ചോദിക്കണം, CEOയുടെ അടുത്ത് ചോദിക്കണം. അപ്പോൾ അങ്ങനെ വയ്ക്കുന്ന ക്ലോസിനൊക്കെ കാര്യങ്ങളാണെന്ന് പറയുന്നത് ഓത്തറൈസേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ വെച്ചാൽ ഫ്രോഡ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കുറവായിരിക്കും.
കാരണം നമ്മൾ എന്ത് ചെയ്യും, എല്ലാത്തിനും സീനിയർ മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വലിയ വലിയ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തൊരു കൺട്രോൾ ആക്ടിവിറ്റിയാണെന്ത്, കമ്പാരിസൺ. നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. നമുക്കൊരു ഫിഗേഴ്സൊക്കെ എടുത്ത് കമ്പയർ ചെയ്യാം. എന്നിട്ട് അതിലെന്ത് ചെയ്യാം, എറേഴ്സ് ഓഫ് ഫ്രോഡോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. മീൻസ് നമുക്ക് വേണമെങ്കിൽ കമ്പനിയുടെ എഫ്എസിൽ അവർ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ടേക്കുന്നത് $10,000 ആണെന്ന് വിചാരിക്കും. നമുക്ക് വേണമെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കാം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ മേ ബി അവരെന്തായിരിക്കും, അവിടെയും $10,000 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഫ്രോഡൊന്നും ഇല്ല എന്ന് പറയാം. മീൻസ് നമുക്കിതിൽ രണ്ട് കമ്പയർ ചെയ്യാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എഫ്എസിലെ ബാങ്ക് ബാലൻസും എടുത്ത് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. എന്തെങ്കിലും എറേഴ്സ് ഓഫ് ഫ്രോഡോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് പറയുന്നത് കമ്പാരിസൺ എന്ന് പറയുന്നത്. അടുത്തൊരു കൺട്രോൾ ആക്ടിവിറ്റിയാണിത് കമ്പ്യൂട്ടർ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിലെ പാസ്വേഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, കമ്പ്യൂട്ടറിൽ ആൻറ്റിവൈറസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടറിൽ വോയിസ് അവിടെ നമ്മുടെ IT സിസ്റ്റംസൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ത് കമ്പ്യൂട്ടർ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംഭവമാണെന്ത് അരിത്തമെറ്റിക്കൽ കൺട്രോൾസ്. അരിത്തമെറ്റിക്കൽ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, മാത്തമാറ്റിക്സ്, ശരിയല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ കമ്പനി ഓഡിറ്ററിൻ്റെ അടുത്ത് പറയുവാണ്, നമ്മൾ ഈ വർഷം 1 കോടി രൂപയാണ് എന്ത് ചെയ്തത്, നമ്മൾ സാലറി ആയിട്ട് എംപ്ലോയീസിന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 കോടി രൂപ തന്നെയാണോ അവർ കൊടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ എംപ്ലോയീസിനും ഇൻഡിവിജ്വൽ സാലറി എടുത്ത് കൂട്ടി നോക്കിയാൽ പോരെ. സപ്പോസ് അവർ 100 എംപ്ലോയീസ് ആയിരിക്കും, ടോട്ടൽ 100 എംപ്ലോയീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു 1000 എംപ്ലോയീസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു 1 കോടി സ്പെൻഡ് ചെയ്തത്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഓരോ എംപ്ലോയീസിനെയും സാലറി എടുത്ത് എന്ത് ചെയ്യാം, കൂട്ടി നോക്കാം. ചിലപ്പോൾ ഒരു എംപ്ലോയിയുടെ 10 lakh ആയിരിക്കാം, അടുത്ത എംപ്ലോയിയുടെ ഒരു 5 lakh ആയിരിക്കാം. അങ്ങനെ എല്ലാം 10 lakh 5 lakh എല്ലാം കൂടെ കൂട്ടിയിട്ട് 1 കോടിയാണോ വരുന്നതെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു ഫിഗർ കറക്റ്റാണെന്ന് പറയാം, ശരിയല്ലേ? അതിനാണ് എന്ത് പറയുന്നത് അരിത്തമെറ്റിക്കൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കൺട്രോൾ ആക്ടിവിറ്റിയാണിത്, നമുക്ക് കമ്പനിയിൽ പ്രോപ്പറായിട്ട് ട്രയൽ ബാലൻസ് പിന്നെ കൺട്രോൾ അക്കൗണ്ടൊക്കെ എന്ത് ചെയ്യണം, റിസീവബിൾസ് കൺട്രോൾ അക്കൗണ്ടൊക്കെ കീപ്പ് ചെയ്യണം. അപ്പം അപ്പോഴും ഫ്രോഡും എററൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അക്കൗണ്ട് റീകൺസിലിയേഷൻസ്, നമ്മൾ നിങ്ങളുടെ FA നോളജ് ലെവൽ പേപ്പേഴ്സിനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്ത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. മീൻസ് അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും, അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കും. സോ നമുക്ക് എന്തറിയാൻ പറ്റും, എന്തെങ്കിലും എറേഴ്സോ ഫ്രോഡോ നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫിസിക്കൽ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ കമ്പനിയിൽ എന്ത് ഡോർ ലോക്ക് വെക്കുക, നമ്മൾ ക്യാഷ് എടുത്ത് ലോക്കറിൽ പൂട്ടി വെക്കുക, അതിനാണ് എന്ത് പറയുന്നത് ഫിസിക്കൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. പിന്നെ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്, നമ്മൾ ഒരു കാര്യവും ഫ്രം ദ സ്റ്റാർട്ട് ടിൽ എൻഡ് ഒരു എംപ്ലോയിനെ വെച്ച് ചെയ്യിപ്പിക്കരുത്. സപ്പോസ് ഒരു പെട്രോൾ പമ്പിൽ ഒരാൾ പെട്രോൾ അടിച്ച് കൊടുക്കാൻ നിൽക്കുകയെന്ന് വിചാരിക്കും, ആളാണ് പെട്രോൾ അടിച്ചിട്ട് ക്യാഷ് മേടിക്കുന്നത്, ആളാണ് ഈ ക്യാഷ് കിട്ടിയെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, ആൾ തന്നെയാണ് ഇത് ബാങ്കിൽ കൊണ്ടിടുന്നതെന്ന് വിചാരിക്കും. അവിടെ ഫ്രോഡ് നടക്കാനുള്ള നല്ല ചാൻസ് ഇല്ലേ? ആൾ കുറച്ച് പൈസ എടുത്ത് മാറ്റാനുള്ള ചാൻസ് നല്ല ഹൈ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്രോൾ അടിക്കുന്ന ആളെ കൊണ്ട് പെട്രോൾ അടിക്കുമ്പോൾ മാത്രം ചെയ്യിപ്പിക്കുക. ആ ഒരു എത്ര ക്യാഷാണ് കിട്ടിയെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഈ കിട്ടിയ ക്യാഷ് ബാങ്കിൽ കൊണ്ടിടുന്നത് വേറൊരു എംപ്ലോയിനെ വെച്ച് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്താ, അവിടെ ഫ്രോഡ് നടക്കാനുള്ള ചാൻസ് കുറവാണ്, ശരിയല്ലേ? നടക്കുന്നില്ല എന്നല്ല, നടക്കാനുള്ള ചാൻസ് കുറവാണ്, ശരിയല്ലേ? ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ഡ്യൂട്ടീസിനെ ഓരോരുത്തർക്കും വേർതിരിക്കുന്നതിനാണ് പറയുന്നത് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ബേസിക്കലി നമ്മളെന്ത് കൺട്രോൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കമ്പോണൻ്റ് ആണിത് മോണിറ്ററിങ് ഓഫ് കൺട്രോൾസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾസൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്താൽ മാത്രം പോരാ, നമ്മളെന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. മീൻസ് കറക്റ്റായിട്ട് ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾസൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ, CCTVs ഒക്കെ വെച്ചത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ എല്ലാം എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. അല്ലെങ്കിൽ എന്തായിരിക്കും, ഇൻറ്റേർണൽ കൺട്രോൾസൊക്കെ ഔട്ട്ഡേറ്റഡ് ആകും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ മോണിറ്ററിങ് ഓഫ് കൺട്രോൾസ് ഇസ് ദ പ്രോസസ് ഓഫ് അസസിങ് ഹൗ എഫക്റ്റീവ് കൺട്രോൾസ് ആർ ആൻഡ് മാനേജ്മെൻറ്റ് റെസ്പോൺസ് ടു ആക്ഷൻ ഓവർ ദം വെയർ റിക്വയർഡ്. മീൻസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഇൻറ്റേർണൽ കൺട്രോൾസ് മോണിറ്റർ ചെയ്യണം. ഇനി ലാസ്റ്റ് സ്ലൈഡാണ്, നമുക്കെന്താ ഇൻറ്റേർണൽ കൺട്രോൾസിലെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ഏതൊരു സംഭവത്തിനാണെങ്കിലും എന്ത് കാണും, ലിമിറ്റേഷൻസും കാണും, ശരിയല്ല? ഇൻറ്റേർണൽ കൺട്രോൾസ് എല്ലാം അടിപൊളിയാണ്, ശരിയാണ്. പക്ഷേ ഇതിനും എന്തുണ്ട്, അത്യാവശ്യം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആദ്യത്തെ ലിമിറ്റേഷൻ ആണത് കോസ്റ്റ്ലി ഫോർ സ്മോൾ കമ്പനീസ് ഇഫ് ബെനിഫിറ്റ്സ് ഡോണ്ട് ജസ്റ്റിഫൈ എക്സ്പെൻസസ്. നമുക്ക് കുഞ്ഞു കമ്പനീസാണെന്ന് വിചാരിക്കും, സ്റ്റാർട്ടപ്പൊക്കെ ആണെന്ന് വിചാരിക്കും. അവിടെയൊക്കെ പോയിട്ട് ഇൻറ്റേർണൽ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയായിരിക്കത്തില്ല. കാരണം അവർക്ക് അത്രയും ബിഗ് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നുണ്ടാകത്തില്ല. അവിടെ കൊണ്ടുപോയിട്ട് ഇൻറ്റേർണൽ കൺട്രോൾസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അതിന് ഒന്നാമതേ നല്ല ചിലവാണ്. സോ അവർക്ക് അതിനെക്കൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അവർക്ക് ഭയങ്കര ഫ്രോഡൊന്നും നടക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ അതാണ് എന്ത് പറയുന്നത്, കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ റിസ്ക് ഓഫ് ഹ്യൂമൻ എറർ ഇൻ ജഡ്ജ്മെൻറ്റ്. നമുക്ക് എത്ര നല്ല ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യന്മാരാണ്, തെറ്റ് സംഭവിക്കും, ശരിയല്ലേ? അപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു FS ഉണ്ടാക്കുന്ന ഒരാളെന്ന് വിചാരിക്കും,
ആൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കൊണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് തെറ്റായിട്ട് എഴുതി വെച്ചെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല, അവിടെ തെറ്റായിട്ടുള്ള ആൾ ചെയ്ത് വെച്ചേ. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് എത്ര അടിപൊളിയാണെങ്കിലും ഹ്യൂമൻ എറർ ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരും, മിസ്റ്റേക്സ് വരും. പിന്നെ സ്റ്റാഫ് കൊല്യൂഡിങ് ടു ബൈപ്പാസ് കൺട്രോൾസ്. ചില സ്റ്റാഫ്സ് എന്ത് പറയും, ഓക്കെ ഇൻറ്റേർണൽ കൺട്രോൾസ് ഒക്കെ ഇത്ര ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കള്ളത്തരമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത്യാവശ്യം ഫ്രോഡൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അവർ വേണമെങ്കിൽ ചിലപ്പം ഫേക്ക് പർച്ചേസ് ഇതൊക്കെ കൊണ്ടുവരാം, റെസിപ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അങ്ങനെ ക്യാഷൊക്കെ തിരിമറി നടത്താനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പിന്നെ അബ്യൂസ് ഓഫ് അതോറിറ്റി ടു ഓവർ റൈഡ് കൺട്രോൾസ്. മീൻസ് നമുക്ക് കമ്പനിയിൽ കുറേ പവറുള്ള ആൾക്കാരാണ്, വലിയ വലിയ മാനേജേഴ്സാണ്. അപ്പം ചിലപ്പോൾ ചില CEOs ഒക്കെ എന്ത് വരും, ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഓത്തറൈസേഷൻ എന്ന് പറഞ്ഞ് കൺട്രോൾ കീപ്പ് ചെയ്തിട്ടുണ്ടാകാം. എന്താണെന്ന് വെച്ചാൽ 1 കോടിയുടെ മേലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാ മാനേജേഴ്സിൻ്റെ അടുത്തും ഓത്തറൈസേഷൻ മേടിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ്സാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മുടെ CEOs ഒക്കെ എന്ത് പറയും, ഞാനല്ലേ പറയുന്നത്, കുഴപ്പമില്ല നമുക്ക് 1 കോടി പാസ്സാക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ എന്ത് ചെയ്യും, സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ 1 crore പാസ് ചെയ്തെന്നിരിക്കാം. മീൻസ് അതോറിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇൻറ്റേർണൽ കൺട്രോൾസിനെ ചവിട്ടി താഴ്ത്താനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പിന്നെ ഔട്ട്ഡേറ്റഡ് പ്രൊസീജിയേഴ്സ് വീക്ക് ഇൻ കൺട്രോൾസ്. ചിലപ്പോൾ പഴയ കൺട്രോൾസൊക്കെ ആയിരിക്കും കമ്പനിയിൽ. മീൻസ് പേപ്പറിൽ സൈൻ ഇട്ട് പൈസ പാസ്സാക്കുക, അങ്ങനത്തെയൊക്കെ പഴയ കൺട്രോൾസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ഫ്രോഡ് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സൈനൊക്കെ ഇടാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ പണ്ട് എന്ത് ചെയ്യും, സ്കൂളിൽ വീട്ടിൽ കൊണ്ട് പോയിട്ട് ആൻസർ പേപ്പർ സൈൻ ചെയ്തുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് പാരൻസിന് സൈനൊക്കെ ഇട്ടിട്ട് ഉടായ്പ കാണിച്ച ആൾക്കാരല്ലേ. അപ്പോൾ അതേപോലെ കമ്പനിയിൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ഫ്രോഡൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ടാകാം അല്ലേ. അപ്പം പഴയ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ലിമിറ്റേഷൻസ് വരുന്നത്. സോ ഇന്ന് നമ്മൾ ആക്ച്വലി എന്താണ് ഡിസ്കസ് ചെയ്തത്, ഇൻറ്റേർണൽ കൺട്രോൾസ് എന്താണെന്ന് നോക്കി, ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ കുറേ കമ്പോണൻസ് നോക്കി, അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കി. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.